നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഓസ്ട്രേലിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 21ാമത്തെ എപ്പിസോഡാണ് ഇത്. എൻ്റെ ഇന്നത്തെ പരിപാടി ഒരു മെൽബോൺ സൂ കാണാൻ പോവുക എന്നുള്ളതാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സതേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇവിടെ നിന്നും റോയൽ പാർക്ക് സ്റ്റേഷനിലേക്ക് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്നതാണ്. മെൽബൺ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൻ്റെ പടിഞ്ഞാറൻ അറ്റത്ത് കൊളിൻസിലിനും ലാട്രോപ്പ് തെരുവുകൾക്കും ഇടയിലാണ് ഈ സ്റ്റേഷൻ നിലനിൽക്കുന്നത്. എനിക്ക് പോകേണ്ടുന്ന ട്രെയിൻ വന്നു കഴിഞ്ഞു. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം കാണും റോയൽ പാർക്ക് സ്റ്റേഷനിലെത്താൻ. റോയൽ പാർക്കിൽ നിന്നും നടന്നു കയറാവുന്ന ദൂരമേ ഉള്ളൂ നമ്മുടെ മ്യൂസിയത്തിലേക്ക്, സൂവിലേക്ക്, മെൽബോൺ സൂവിലേക്ക്. ഞാൻ എൻ്റെ യാത്ര ട്രെയിനിൽ പുറപ്പെട്ടു. വളരെ വൃത്തിയും വളരെ തിരക്കുകളൊന്നുമില്ല. നാട്ടിലെപ്പോഴുള്ള ട്രെയിനിലുള്ള തിരക്കുകളൊന്നും തന്നെ ഇവിടെ കാണാനില്ല. വളരെ വൃത്തിയുള്ളതും അടുക്കും ചിട്ടയോടുള്ള എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതാണ് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ട്രെയിനും. ട്രെയിൻ ഇറങ്ങി അല്പം ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 മിനിറ്റ് നടക്കുന്നതുകൊണ്ട് നമുക്ക് സൂവിൻ്റെ പരിസരത്ത് എത്തിച്ചേരാൻ പറ്റും. സൂവിൻ്റെ മെയിൻ ഗേറ്റാണ് ആ കാണുന്നത്. ഇവിടെ ഒരു വിദേശിക്ക് അഡൾട്ടിനാണെങ്കിൽ 50 ഓസ്ട്രേലിയൻ ഡോളറാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. ഞാൻ ടിക്കറ്റ് ചാർജ് കൊടുത്തു, ടിക്കറ്റ് എടുത്തു, അകത്ത് കയറിയപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഭൂരിപക്ഷവും ഫാമിലി ഉൾപ്പെടെയാണ് വരുന്നത്. കുഞ്ഞുകുട്ടികളോട് ഉൾപ്പെടെ തന്നെ വരുന്നു. രാവിലെ തന്നെ കയറിയാൽ മിക്കവാറും വൈകുന്നേരം മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. റോയൽ മെൽബൺ സുവോളജിക്കൽ ഗാർഡൻ സൂ ആൻഡ് അക്വേറിയം അസോസിയേഷൻ്റെയും വേൾഡ് അസോസിയേഷൻ ഓഫ് സ്യൂസ് ആൻഡ് അക്വേറിയങ്ങളുടെയും പൂർണ്ണ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ഇത്. സ്യൂസ് വിക്ടോറിയ സിയോളജിക്കൽ പാർക്കുകളുടെയും പൂന്തോട്ടങ്ങളുടെയും ബോർഡിൻ്റെയും നിയന്ത്രണത്തിലുള്ള ഒരു നിയമപരമായ അതോറിറ്റിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. പുഷ്പ ഉദ്യാനങ്ങൾക്കും പിക്നിക് പ്രദേശങ്ങൾക്കും ഇടയിലാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പല മൃഗങ്ങളെയും ജൈവ കാലാവസ്ഥ മേഖലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗറില്ലകളും ലൈമനറുകളും ഉൾപ്പെടുന്ന ആഫ്രിക്കൻ മഴക്കാൽ ജീവികളെ, ഓറങ് ഓട്ടാനുകൾ, കടുവകൾ, ഓറട്ടറുകൾ എന്നിവ ഉൾപ്പെടുന്ന ഏഷ്യൻ ഇനത്തിൽപ്പെട്ട ജീവികളെയും പ്രത്യേകം സ്ഥലങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കങ്കാരുകൾ, കോലകൾ, വോംബാറ്റുകൾ, ഗോണുകൾ, തദ്ദേശീയ പക്ഷികൾ തുടങ്ങി നിരവധി ഓസ്ട്രേലിയൻ ജീവികളെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഹൗസ്, റെപ്റ്റൈൽ ഹൗസ്, ഗ്രേറ്റ് ഫ്ലൈറ്റ് എവറി, വൈൽഡ് സീ, ട്രീ ടോപ്പ് എപ്പറ്റ്സ് ആൻഡ് മങ്കീസ്, ലയൺ ഗോർജ് എന്നിവയും ജനപ്രിയ പ്രദർശനങ്ങളിൽ ഉൾപ്പെടുന്നു. വേനൽക്കാലത്ത് മൃഗശാലയിൽ നടക്കുന്ന പരിപാടികളിൽ ആളുകൾക്ക് നക്ഷത്രങ്ങൾക്കിടയിൽ, അതായത് ഒരു രാത്രി ക്യാമ്പ് ഔട്ട് ചെയ്യാൻ ടിക്കറ്റ് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതായത് പൂർണ്ണമായിട്ടും നമുക്ക് ഇവിടെ ഒരു രാത്രി കഴിയാൻ പറ്റും. ഈ മൃഗശാലയിലെ ഒരു പ്രത്യേക കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു പറഞ്ഞത്. വലിയ ഇനത്തിൽപ്പെട്ട ആമകൾ, അതൊരു പ്രത്യേക കാഴ്ചയാണ് ഇവിടെയുള്ളത്. മറ്റ് അപൂർവമായ മറ്റു പല ജീവികളെയും നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നുണ്ട്. ഈ മൃഗശാലയിൽ ഒരു വലിയ സ്കൂൾ വിഭാഗം ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വർഷം തോറും നിരവധി സ്കൂൾ സന്ദർശകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. ഇതിൻ്റെ ജനപ്രിയമായ വിദ്യാഭ്യാസ പരിപാടി മൃഗങ്ങളെ സംരക്ഷിക്കാൻ യുവ മനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. മെൽബൺ മൃഗശാലയിൽ വൈവിധ്യമാർന്ന മൃഗങ്ങളുണ്ട്. അവയിൽ ഓസ്ട്രേലിയൻ തദ്ദേശീയ ഇനങ്ങളായ പല ജീവികളോടൊപ്പം തന്നെ ആനകൾ, സിംഹങ്ങൾ, ഔറംഗുട്ടാനുകൾ, കടുവകൾ തുടങ്ങിയ മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഉച്ച സമയത്തോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. എങ്കിലും കുറേയധികം പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റി. പാണ്ടകളെയും ആ കൂട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചു. അത് ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു പ്രത്യേകതരം ജീവിയാണല്ലോ, നമുക്കറിയാമല്ലോ. കങ്കാരുവും പാണ്ടയും, ഇത് രണ്ടിനും ഇവിടെ സുലഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെൽബോണിൽ സേവനം നൽകുന്ന പ്രാഥമിക മൃഗശാലയാണ് ഇത്. ഓസ്ട്രേലിയയിൽ നിന്നും ലോകമെമ്പാടുമുള്ള 243 വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നുള്ള 3700-ലധികം മൃഗങ്ങൾ ഇവിടെയുണ്ട്. മൃഗശാല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധമാണ്. കൂടാതെ വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ ഇടപെടലിലും ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. മെൽബൺ മൃഗശാലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില മൃഗങ്ങളെക്കുറിച്ച് കൂടുതലായി വീക്ഷിക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയൻ ബുഷ്, അതുപോലെ തന്നെ കങ്കാരു എന്ന് പറഞ്ഞാൽ റെഡ് കങ്കാരു, ഈസ്റ്റ് ഗ്രേ കങ്കാരു എന്നിവയെ ഉൾപ്പെടുന്ന വിവിധ ഇനം കങ്കാരുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
മെൽബൺ മൃഗശാലയിലെ തെക്കൻ കോലകളുടെ ആവാസ കേന്ദ്രമാണ്. നമുക്ക് സാധാരണ വോംബറ്റുകളെ കാണാൻ കഴിയും. ഓസ്ട്രേലിയൻ ബുഷ് പ്രദർശനങ്ങളിൽ പറക്കാൻ കഴിയാത്ത ഒരു പക്ഷികൾ സാധാരണ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ക്വാക്ക ഒരു ഭംഗിയുള്ള മർസുപ്പീസിലുകൾ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിന്നുള്ളവയാണ്. കങ്കാരുവിൻ്റെ ഒരു പ്രദർശനമാണ്, ഒരു കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നീണ്ട മൂക്കുള്ള പൊട്ടുറോക്കൾ ഈ ചെറിയ മാർസുപ്പിയലുകൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ളവയാണ്. മൃഗശാലയിൽ തന്നെ നിരവധി ഇനം ബലാബികളെ നമുക്ക് കാണാൻ കഴിയും. ഓസ്ട്രേലിയൻ ബുഷ് പ്രദർശനങ്ങളിൽ ചുവന്ന വാലുള്ള കറുത്ത കോക്കറ്റുകൾ, തത്തകൾ, തേനീച്ചകൾ എന്നിവ ഉൾപ്പെടെ വിവിധ തരം തദ്ദേശീയ പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കങ്കാരുവിൻ്റെ പ്രദർശനങ്ങളാണ്, അതിൻ്റെ ഓട്ടവും ചാട്ടവും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ പ്രത്യേകം അതിനൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജോലിക്കാരെല്ലാം യഥാസമയങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. അതിന് വേണ്ടുന്ന പരിചരണം നൽകാനുള്ള ഉദ്യോഗസ്ഥർ എല്ലായിടത്തും നമുക്ക് കാണാം. അവർക്ക് വേണ്ടുന്ന അറ്റ്മോസ്ഫിയറും അതുപോലെ ആഹാര പദാർത്ഥങ്ങളും സമയാസമയങ്ങൾ കൊടുക്കുകയും ഇവ വസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആക്കാനും വേണ്ടി ആവശ്യത്തിലധികം എന്ന് പറയുന്നത് ശരിയല്ല എങ്കിലും ആവശ്യാനുസരണം ഉള്ള ജീവനക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേക കാര്യം. ഒരു പുലിയുടെ കിടപ്പാണ് കിടക്കുന്നത്. അതിന് വേണ്ടുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട് കാലാവസ്ഥ. ഈ കടും ചൂടിലും തണുപ്പ് അതിന് കിട്ടാൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള തണുപ്പ് അതിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശം ആകെ ആ തണുപ്പ് വ്യാപിക്കുന്നുണ്ട്. ആ തണുപ്പിൽ മാത്രമേ അതിനോട് താമസിക്കാനോ ജീവിക്കാനോ കഴിയുള്ളൂ എന്നറിയാം. പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ള എലിഫൻ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള ചരിത്രപരമായ കൂടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രശസ്തമായ സോർ വൈകുന്നേരങ്ങളിൽ മൃഗശാലയിലെ ടെൻറ്റുകളിൽ രാത്രി ഉണങ്ങാൻ പണം നൽകി ടിക്കറ്റ് എടുത്ത് വരുന്ന ഉപഭോക്താക്കൾക്ക് രാത്രികാലങ്ങളിൽ സുഖമായിട്ടും സുരക്ഷിതമായിട്ടും താമസിക്കാൻ തക്കതായിട്ടുള്ള ടെൻറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പരിചയസമ്പന്നരായ ക്യാമ്പ് നിർദ്ദേശകരുടെ അല്ലെങ്കിൽ പരിപാലകരുടെ മാർഗനിർദ്ദേശപ്രകാരമുള്ള ടൂറുകളിൽ മൃഗശാലയിലെ ചില രാത്രികാല മൃഗങ്ങളെ കാണാൻ രാത്രി ഇവിടെ താമസിക്കുന്നവർക്കും അങ്ങനെയുള്ള പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. 1857 ഒക്ടോബറിൽ വിദേശങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെയും സസ്യങ്ങളെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് വിക്ടോറിയ രൂപീകരിച്ചു. അതിൻ്റെ ആദ്യ മൃഗശേഖരങ്ങളിൽ റിച്ച് പണ്ടോക്കിൽ സൂക്ഷിച്ചിരുന്നു. 1861 സംഘടന അതിൻ്റെ പേര് അക്ലിമാറ്റൈസേഷൻ സൊസൈറ്റി ഓഫ് വിക്ടോറിയ എന്ന് മാറ്റി. 1862 ഒക്ടോബർ 6 മൊബൈൻ നഗരസഭ സംഭാവന ചെയ്ത 55 ഏക്കർ സ്ഥലത്ത് റോയൽ പാർക്കിൻ്റെ ഒരു പുതിയ മെൽബോൺ മൃഗശാല സംഘടന തുറന്നു. ലണ്ടൻ മൃഗശാലയുടെ മാതൃകയിലാണ് അത് സ്ഥാപിച്ചതെല്ലാം. ഒരു ആഴക്കടലിൻ്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഈ കടൽ ജീവിയെ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. ആഴക്കടലിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഒഴിക്കുന്നത്. തിരമാലകളും ഓളങ്ങളും മറ്റും നിറഞ്ഞ രീതിയിലാണ് ഇതിന് അറ്റ്മോസ്ഫിയർ ശരിയാക്കിയിരിക്കുന്നത്. ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ വെളിയിലേക്ക് വീണ്ടും ഞാൻ പുറപ്പെട്ടു. മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഈ മൃഗശാലയിലേക്ക് കൊണ്ടുവരുന്ന പ്രാണികളെ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ പൊരുത്തപ്പെടുന്നതിന് മൃഗശാല ഒരു പ്രധാന ഘടകമായിരുന്നു. അതിൻ്റെ സജ്ജീകരണങ്ങളും അതിൻ്റെ കാലാവസ്ഥ നിയന്ത്രണങ്ങളും മറ്റും അന്ന് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് കണ്ടിരുന്നത്. 1870 ആൽബർട്ട് അലക്സാണ്ടർ കൊക്കൈൻ അദ്ദേഹത്തിൻ്റെ നിയമനത്തോടെ പൊതുപ്രദർശനത്തിനായി കൂടുതൽ വിദേശ മൃഗങ്ങളെ സംഭരിക്കാൻ തുടങ്ങി. പൂന്തോട്ടങ്ങളും പിക്നിക് ഏരിയകളും വികസിപ്പിച്ചെടുത്തു. 1870 സൊസൈറ്റി അതിൻ്റെ പേര് സുവോളജിക്കൽ ആൻഡ് അക്ലിമാറ്റൈസേഷൻ സൊസൈറ്റി ഓഫ് വിക്ടോറിയ എന്നാക്കി മാറ്റി. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. 1910 റോയൽ എന്ന പ്രിഫിക്സ് നൽകുകയും ചെയ്തു. 1930 മധ്യത്തിൽ സൊസൈറ്റിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇതിന് മറുപടിയായി 1936 സുവോളജിക്കൽ ഗാർഡൻസ് ആക്ട് പാസാക്കി. 1937 സംസ്ഥാന സർക്കാരിന് വേണ്ടി പുതുതായി നിർമ്മിച്ച വിക്ടോറിയ സുവോളജിക്കൽ ബോർഡിന് മൃഗശാല കൈമാറുകയും ചെയ്തു. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇവിടെ വരുന്ന പ്രേക്ഷകരിൽ ഭൂരിപക്ഷവും കുടുംബത്തോടൊപ്പമാണ് വരുന്നതെന്ന്. വീട്ടിൽ അംഗപരിമിതിയുള്ളവരെ കൂടി ഈ പിക്നിക്കിന് അവർ കൂട്ടുന്നുണ്ട് എന്നൊരു പ്രത്യേകത നമുക്കിത് കാണാൻ സാധിക്കും. മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.